ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. ടൈഡ് നെക്ക് പഫ് സ്ലീവ് ടോപ്പാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 1 മീറ്റർ ജോർജറ്റിൻ്റെ ക്ലോത്തും അതേപോലെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ജോർജറ്റിൻ്റെ ക്ലോത്ത് നല്ല വീതിയുള്ള ക്ലോത്താണ്, അതുകൊണ്ടാണ് 1 മീറ്റർ എടുത്തത്. അപ്പോൾ ആദ്യം ഇതിനെ 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടെ മടക്കാൻ പോവുകയാണ്. അങ്ങനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം നമ്മളുടെ ഒരു ഡ്രസ്സ് വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല. നമുക്ക് നന്നായിട്ട് ഫിറ്റായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുക്കാം, എന്നിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ കൂടുതൽ കൺഫ്യൂഷനൊന്നും വരില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മാർക്കിങ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരുപാട് വരും. അപ്പോൾ എൻ്റെ ഫിറ്റായിട്ടുള്ള ഒരു ഡ്രസ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബോഡിയും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാർക്കിങ് മാത്രമേ നമ്മൾ ഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അളവെടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. പിന്നെ ടോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഇതേ 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണോ ഒന്നിട്ട് അളന്നിട്ട് ഇതേപോലെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാട്ടോ നമ്മൾ ടോപ്പ് വെച്ചിട്ട് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇതേ ടോപ്പിൻ്റെ താഴെ ഒരു 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്, ഡബിൾ ഫോൾഡ് ചെയ്ത് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതേ ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. നെക്കിൻ്റെ അവിടെ ഓൾറെഡി, ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ഓൾറെഡി ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. പിന്നെ ബോഡീൻ്റെ അവിടെ 1 ഇഞ്ച് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് കുറയ്ക്ക് കൂട്ടൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷൻ വരില്ല കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് ഫിറ്റായിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്താണല്ലോ നമ്മളിത് ചെയ്യുന്നത്, അപ്പോൾ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അപ്പോൾ 2 ടോപ്പിൻ്റെ പോർഷൻ കിട്ടുന്നു, ബാക്കും ഫ്രണ്ടും. പിന്നെ എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഞാൻ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ റെക്കോർഡ് ആവുന്നുണ്ട് വിചാരിച്ചു, പക്ഷേ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു ക്ലോത്തിൽ നെക്കിൻ്റെ അളവുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടൊക്കെയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്, മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ലൈനിങ്ങിലാട്ടോ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. പിന്നെ വിടുത്തായിട്ട് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, നെക്കിൻ്റെ വിടുത്തായിട്ട്. പിന്നെ താഴത്തോട്ടുള്ള ലെങ്ത്തായിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ നമ്മളൊരു വി പോലെയാണ് ചെയ്തെടുക്കുന്നത്. എക്സാക്റ്റ് വി അല്ല, കുറച്ച് കർവ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഒരു വി ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു. ഇനി ബാക്ക് നെക്കാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്യുന്ന മാത്രമേ എനിക്ക് റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, അതായിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അതെൻ്റെ കയ്യിലൊരു മിസ്റ്റേക്കാണ്. ഇനി ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് ആദ്യം നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി വിടുത്തായിട്ട് 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴത്തോട്ടുള്ള ലെങ്ത്തായിട്ട് 3 ഇഞ്ചേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ബാക്ക് നെക്ക് നമ്മളൊരു റൗണ്ട് നെക്ക് തന്നെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. വി എന്നല്ല, റൗണ്ടായിട്ട് തന്നെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ നെക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് മാറ്റാൻ. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 4 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ. അപ്പോൾ ബാക്കും ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ റൗണ്ടായിട്ടാണ് കൊടുത്തത്, ഫ്രണ്ടിൽ നമ്മളൊരു വി ഷേപ്പായിട്ടാണ് കൊടുത്തത്. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ ക്ലോത്ത് 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ നോർമലി നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇതിനാണ് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് എക്സ്ട്രാ ഒരു 4 ഇഞ്ച് ആദ്യം നമ്മൾ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഏതാണോ അളവിനെടുത്ത ടോപ്പ് അതിൻ്റെ ആം ഹോള് കറക്റ്റാണ് 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ല, അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏറ്റവും ഫിറ്റായിട്ടുള്ള ടോപ്പ് തന്നെ എടുക്കാൻ മറക്കരുത്. അതിന് ആം ഹോൾ ഇതേ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ടോട്ടൽ നമ്മൾ ആം ഹോൾ ഇങ്ങനെ ഒന്ന് വരച്ചിട്ടെടുക്കണം ടോട്ടലായിട്ട്. അപ്പം നല്ല ലെങ്ത്തായിട്ടുള്ള വിട്ടായിട്ടുള്ള ആം ഹോൾ കിട്ടും. അപ്പോൾ ഇതിന് താഴോട്ട് ഇനി ഞാൻ 19 ഇഞ്ചാണ് താഴത്തോട്ട് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ടാട്ടോ നമ്മൾ ഈ സ്ലീവ് എടുക്കുന്നത്. പിന്നെ വിടുത്തായിട്ട് ഇതേ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9 ഇഞ്ചാണ് അതിൻ്റെ താഴത്തുള്ള വ്രിസ്റ്റിൻ്റെ വിടുത്തായിട്ട് മാർക്ക് ചെയ്തത്. കാരണം അവിടെയും നമുക്ക് ഫ്രിൽസ് പോലെ ചെയ്തിട്ടെടുക്കണം, അതിനാണ് അങ്ങനെ ചെയ്തത്. ഇനി ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ ഈ കയ്യിൻ്റെ താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നുണ്ട് താഴെ, അപ്പോൾ അത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആം ഹോളിൻ്റെ അവിടെയൊക്കെ ഒരു 1/2 ഇഞ്ചൊക്കെ വിട്ടിട്ട് ഇതേ കട്ട് ചെയ്തിട്ട് മാറ്റാം. തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റാൻ. ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് പിന്നെ പ്ലീറ്റ്സിൻ്റെ ആ ഒരു അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. ഇപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, വേണമെങ്കിൽ 5 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കൂടുതൽ പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ ഇത് 2 സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ 2 ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടോപ്പിൻ്റെ പോർഷൻ വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ലൈനിങ് കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ലൈനിങ്ങിൻ്റെ മേലെ നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്ക് ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തല്ലോ, നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന കുറച്ച് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കാരണം നമുക്ക് കോളർ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര വൃത്തികേടായി തോന്നും. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുക്കുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് മറച്ചിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുത്തു. നമ്മൾ മെയിൻ ക്ലോത്ത് ഇങ്ങനെ മറച്ചിടാം. മെയിൻ ക്ലോത്ത് മറച്ചിട്ടിട്ട് നെക്ക് ലൈനിൽ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കാരണം ആ നെക്ക് ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നെക്ക് ലൈൻ കൂടെ ഒന്നുകൂടെ ഒന്ന് നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പോർഷൻ കൂടെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ലൈനിങ് 2 വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ മെയിൻ ക്ലോത്ത് വെക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്കിൻ്റെ ലൈനിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അത് കൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ലൈൻ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ വരുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു കട്ട്സ് കൊടുക്കുക. ചെറിയ ചെറിയ കട്ട്സ് കൊടുത്തിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് ഒന്ന് മറച്ചിടാം. കാരണം അത് കറക്റ്റ് വി അല്ലാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ കട്ട്സ് കൊടുത്തത്. അപ്പോൾ ഇതേ ഇങ്ങനെ മറിച്ചിടാം. മറിച്ചിട്ടിട്ട് നെക്ക് ഒന്നും കൂടെ ഒന്ന് നെക്ക് ലൈൻ കൂടെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നെക്ക് ലൈൻ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ബാക്ക് പോർഷൻ്റെ നല്ല വശവും ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും അങ്ങനെ ചേർത്ത് വെക്കാം. എന്നിട്ട് ഷോൾഡേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ടൈ അറ്റാച്ച് ചെയ്യണം. നെക്കിൽ ടൈ ആണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അതിനായിട്ട് ലെങ്ത് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 5 ഇഞ്ചാണ്, 5 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് എടുത്തിരിക്കുന്നത്. അതേപോലെ ലെങ്ത്ത് 42 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ലെങ്ത്ത് എടുക്കാൻ നല്ലതായിരിക്കും. എനിക്ക് 42 ഇഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. അപ്പോൾ ആദ്യം ഇതിനെ 2 ആക്കി ഒന്ന് മടക്കി വെക്കുകയാണ്. എന്നിട്ട് 2 എഡ്ജ് വശത്തും നമ്മൾ ഒരു ഓവൽ പോലെ ഒരു ഫിഷ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 വശത്തും നമ്മൾ അങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ദേ ഇനി ഈ എഡ്ജിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു സൈഡിൻ്റെ എഡ്ജ് മൊത്തം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഓപ്പൺ ചെയ്ത ആ എഡ്ജിൽ നമ്മൾ മൊത്തം സ്റ്റിച്ച് ചെയ്യണ്ട. ഈ മാർക്ക് ചെയ്ത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്താൽ മതി. ബാക്കിയുള്ള അപ്പുറത്തെ വശം ഉണ്ടല്ലോ, നമ്മൾ ഓപ്പണിങ് അല്ലാത്ത വശം, മടക്കി വെച്ച വശം, അവിടെ മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഒരു എഡ്ജും തുടങ്ങി അപ്പുറത്തെ എഡ്ജ് മൊത്തം സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഇതിലൂടെ വന്നിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആണ്. എനിക്ക് എങ്ങനെ ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഈസിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇനി കുറച്ച് കട്ട്സ് കൊടുക്കുക. കാരണം നമുക്കൊന്ന് സിമ്പിളായിട്ട് മറച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്നും മറച്ചിടണം. നമുക്ക് ഈ ടൈ സ്റ്റിച്ച് ചെയ്ത ടൈ ഒന്നും മറച്ചിടണം. ഈസി അല്ലേ ഇത്? കാണുമ്പോൾ ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് പറയുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നത് എനിക്കറിയില്ല. ഇതൊന്ന് ടൈ ഒന്ന് മറച്ചിടുവാണ്. അപ്പോൾ നമ്മളിതേ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യണ്ടല്ലോ 2 സൈഡിൻ്റെയും. ഇതേ ഈ എക്സ്ട്രാ നിൽക്കണ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, എക്സ്ട്രാ നിൽക്കുന്നതല്ല, 2 ഓപ്പണിംഗ് ഇല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളോട്ടാക്കിയിട്ട് ഒന്ന് ചെറിയതാക്കി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. 2 വശം കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് കൊടുക്കുക. കാരണം നമുക്ക് ഇതാണ് നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 പോർഷനും 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ ഉള്ളിലുണ്ടല്ലോ ഈ ഒരു പോർഷൻ ഉള്ളിലോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇപ്പുറത്തെ പോർഷൻ എന്നിട്ട് പുറത്തോട്ട് വയ്ക്കുക. അങ്ങനെ കവർ ചെയ്ത് വരുന്ന രീതിക്കാണ് നമ്മൾ ഇതിൽ നെക്കിൽ അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യില്ലേ, ഏകദേശം അതേപോലെ തന്നെ
ഇതിങ്ങനെ കവർ ചെയ്തുന്ന രീതിക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത പോർഷൻ കാണാം. ഇത് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഇപ്പുറം വരെ ഇങ്ങനെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് എഡ്ജ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൈയിൻ്റെ എഡ്ജ് വശങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം, ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടൈയിൻ്റെ ഒരു എഡ്ജും തുടങ്ങി. ഇപ്പോൾ നമ്മൾ ആ ടൈ അറ്റാച്ച് നെക്കിൻ്റെ അറ്റാച്ച് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ തുടങ്ങി ടൈയുടെ മൊത്തം എഡ്ജ് വശം ഒന്ന് റൗണ്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ടൈ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. മൊത്തം എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ഡിഫൈൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ആദ്യം സ്ലീവിൽ കുറച്ച് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്കും അതേപോലെ ഇങ്ങനെ കേട്ടോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. കാരണം കറക്റ്റ് അപ്പുറം ഇപ്പുറം പ്ലീറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൻ്റെ ഇപ്പുറത്തേക്ക് 4 പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തുനിന്ന് സെൻറ്ററിലേക്കും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അളവ് തെറ്റാണ്ട് തന്നെ പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ടെടുക്കാം. 4 പ്ലീറ്റ്സാണ് ഒരു സൈഡിലോട്ട് കിട്ടുന്നത്. പിന്നെ അപ്പുറത്തെ 4 പ്ലീറ്റ്സ്, അങ്ങനെ 8 പ്ലീറ്റ്സ് ആട്ടോ കിട്ടുന്നത്. ചെറിയ പ്ലീറ്റ്സ് ആട്ടോ, കുഞ്ഞ് പ്ലീറ്റ്സ് ആണ്. അതുകൊണ്ടാണ് 8 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇങ്ങനെ മടക്കുന്നുണ്ട്. ഞാൻ ചുമ്മാ ഒന്ന് ഇങ്ങനെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് കറക്റ്റ് ആം ഹോൾ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ സ്ലീവില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ആം ഹോൾ കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് തയ്യൽ തുമ്പ് കുറച്ച് വേണം. അപ്പോൾ ഇത് കറക്റ്റ് ആം ഹോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പ്ലേറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു സ്റ്റിച്ച് കൊടുക്കുക, കാരണം ഒന്ന് സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ 2 സ്ലീവും ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ടോപ്പായിട്ട് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശം ടോപ്പിൻ്റെ നല്ല വശം ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സെൻറ്ററിൽ നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിവശം നമ്മൾ നേരത്തെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക. അത് ചെറിയ ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക, അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കും. നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വേസ്റ്റിൽ ചുറ്റിയിട്ട് ഒരു ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുത്തത്, കാരണം ഒരുപാട് ടൈറ്റായ ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഒന്ന് സേഫ്റ്റി പിന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സ്ലീവിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു. ഇതേപോലെ 2 സ്ലീവും ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. നമ്മൾ നേരത്തെ ഒരു 1 ഇഞ്ച് വിട്ടുണ്ടായിരുന്നു താഴെ അടിവശത്ത്. അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ അടിവശം സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുത്തു. ഇനി സ്ലീവ് മുതൽ ഇതേ ബോഡി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ സ്ലീവിൻ്റെ എഡ്ജിൽ തുടങ്ങി ബോഡി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾ നേരത്തെ ബോഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ബോഡി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. 2 വശവും സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി ഇഷ്ടമായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാണ്ട് കമൻറ്റ് ചെയ്ത് പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ടു നെക്സ്റ്റ് വീഡിയോ. ബൈ.